അതെ, ഞങ്ങള് ഇന്നൊരു സ്ഥലം വരെ വന്നതാ. ദൂരേക്കൊന്നുമല്ല, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത്. നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള തോടാണേ. ആ തോട്ടിൽ നോക്കി നിറച്ച് മീനുകളാ. ഇത് മീൻ പിടിക്കാനുള്ള കൊട്ടയൊന്നും അല്ല കേട്ടോ, ഇത് വേറെ സാധനം എടുക്കാനുള്ള കൊട്ടയാ. അപ്പൊ ഇത് എന്തോ മീൻ കുഞ്ഞുങ്ങളോ നോക്കി. അയ്യോ ഹര, ഇത് കണ്ടോ? ഈ സാധനം പറിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. കർക്കിടക മാസത്തിലേ ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചുരുട്ടി കെട്ടി പുളിയൊക്കെ ഇട്ട് കറി വെച്ച് നമുക്കിന്ന് ചോറുന്ന സൂപ്പറായിട്ട് കേട്ടോ. കണ്ണന് എന്നാ വേണ്ടേ? കണ്ണന് അവനെ ദേ ഈ ചേമ്പല പറിച്ചു കൊടുക്ക്. കൊട വേണമെന്നും പറഞ്ഞിരിപ്പുണ്ട്. അയ്യോ മുറിഞ്ഞു പോയി പകുതിച്ചേക്ക്. ഈ ഫുള്ള് വേണ്ടേ കണ്ണ? കമ്പും കൂടെ വേണ്ടേ? അതിനകത്ത് ഇരിക്കട്ടെ അല്ലേ. ഇപ്പൊ തലേക്കുത്തി താഴെ കാണാൻ. എന്റെ അമ്മേ പാമ്പുണ്ടാവോ? എന്നെ കൊച്ചു പറിച്ചു തരുവോ? ദേ കണ്ടോ കണ്ണ? അയ്യോ വെള്ളം പോയി. പണ്ടുണ്ടല്ലോ ചെറുപ്പത്തിലയ്യോ പോയി. ചെറുപ്പത്തിൽ ഇങ്ങനെ ചേമ്പല പറിച്ചിട്ട് ഇങ്ങനെ ഓരോ കയ്യിലിങ്ങനെ ഞങ്ങളിങ്ങനെ കുറെ കൂട്ടുകാരിങ്ങനെ നിൽക്കും. എന്നിട്ട് ഓരോ ചേമ്പലക്കകത്ത് ഇങ്ങനെ വെള്ളം പകർന്ന് കൊടുക്കും. ഞാൻ കാട്ടിലൊക്കെ വന്നാട്ടോ ഇതൊക്കെ പറിക്കണത്. അത് എന്റെ ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആൾക്കാർ പറയും, അല്ലാതെ കറി വെക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത കൊണ്ട് തന്നെ വന്ന് പറിക്കണതാട്ടോ. അമ്പഴത്തിന്റെ ഇലയാണേ. ഈ അമ്പഴത്തിന്റെ ഇലയ്ക്കും ഒരു അമ്പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ അമ്പഴങ്ങി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഇല കടിച്ചു കുറച്ചാൽ. ഇത്രയും ഇല കിട്ടിയിട്ടോ. ചെറുതായിട്ട് വിരിയാനുള്ളതും ചെറിയ കൂമ്പ് വിരിഞ്ഞതും ഒക്കെ കിട്ടിയേ. എൻ്റെ കൈ മുഴുവൻ കറയായി എൻ്റെ. അപ്പോൾ ഇത് ഇത്ര ഇലയൊക്കെ ഇത്ര ഉണ്ടെന്ന് ഓർക്കും, പക്ഷെ ഇത് ആവി കയറി കഴിയുമ്പോഴത്തെ ഇല അങ്ങ് ചുങ്ങിപ്പോവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല മഴക്കാരൻ കയറിയിട്ടുണ്ട്. ഇതേ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ റോട്ടിൽ നിന്നാ കാണാം. ട്രെയിൻ പോണുണ്ട്. ആൾക്കാരോർക്കും, എൻ്റെ വീഡിയോ കാണുന്നവരോർക്കും എന്നും ഈ കണ്ടവും പാടവും ട്രെയിനും മാത്രമുള്ള ഇവർക്ക് കാണിക്കാറുണ്ട്. ഞങ്ങൾ ഇറങ്ങണത് തന്നെ ഇങ്ങോട്ടാണ്. പിന്നെ എന്താണ് നിങ്ങളെ കാണിക്കേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയാണ്. ഇത് കാണാത്തവർക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് കാണിച്ചു തന്നെ കേട്ടോ. ഞങ്ങള് ഇപ്പൊ ഇത് ചേമ്പ് പറിക്കാൻ വന്നതുകൊണ്ട് ഇതെല്ലാം കാണിച്ചു തന്നുള്ളൂ കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. എന്നെ ആരും കളിയാക്കരുത്. അതെ, ആരാണ്ട് ഞങ്ങളുടെ തോട്ടിൽ വലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ. പക്ഷെ ആരും വന്ന് നോക്കാനുള്ള ആ വലയെ കിടന്ന് മീൻ തന്നെ ചത്ത് ചീഞ്ഞു പോകും. കണ്ടോ? മീനൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, വലയെ കിടക്കണേ. വേണ്ട, അവനൊരു ചേമ്പല ഇട്ട് കൊടുത്തു അതിനകത്തേക്ക്. അപ്പോൾ ഒന്നും ഞങ്ങളുടെ ഇവിടെ വന്നില്ല കേട്ടോ. അവൾക്ക് ഒരു ചെറിയൊരു പനിക്കോളുണ്ട്, അതുകൊണ്ട് അവളെ പുറത്തിറക്കിയില്ല, വീട്ടിനകത്ത് ഇരിക്കും. അപ്പോൾ ദേ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ പറ്റില്ലല്ലോ, നമുക്കിത് ചുരുട്ടി കെട്ടി കറി വെക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചത്. കഴുകിയൊക്കെ എടുത്തു കേട്ടോ, കഴുകിയെടുത്ത സാധനമാണ്, എന്നാലും കറ പോയിട്ടില്ല. എൻ്റെ ഈ കമ്പും പോലും നമുക്ക് വേണ്ട. കണ്ണനടുത്ത് നിന്ന് ബിസ്ക്കറ്റ് തിന്നണം. അപ്പോൾ ഇതിങ്ങനെ കീറി എടുത്തിട്ട് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ ആക്കണം. ബഹളം വെക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിയല്ലോ. എന്നിട്ട് ഇത് ഇങ്ങനെ തെറുത്ത്, നമ്മൾ തിരിയൊക്കെ തെറുക്കൂലേ, തെറുത്ത് ഇങ്ങനെ കെട്ടി ശരിക്കും കെട്ടണം കേട്ടോ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, അമ്മയൊക്കെ കാണിച്ചു തന്ന പരിചയമുള്ളൂ. കെട്ടിയിട്ടില്ല, കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടി നമുക്ക് വെക്കണം. അപ്പോൾ അതെ
ലാസ്റ്റ് എത്തിട്ടോ നമ്മുടെ പണി. ഇനി നമുക്ക് ഇത് കറി വെക്കണം, പിള്ളേർക്ക് ചോറ് കൊടുക്കണം. കറി വെക്കട്ടെ കേട്ടോ. അങ്ങനെ വേസ്റ്റൊക്കെ വാരി നമുക്ക് കൊട്ടയ്ക്കകത്ത് തന്നെ വെക്കാം, അതാ നല്ലത്. അങ്ങനെ ശർക്കര ഉപ്പും പുളിയൊക്കെ ഇട്ട് ചട്ടിക്കകത്തേക്ക് ഇത്ര ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇത്രയൊന്നും കിട്ടൂല കേട്ടോ. നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശർക്കര ഉപ്പും പുളി കുടംപുളിയാണ് എടുത്തേക്കണേ. അപ്പോൾ ഇതൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കാം നമുക്ക്. ഇത്രയൊന്നും വെന്ത് കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ, വെന്തങ്ങ് അവിഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് ഈ ചട്ടിയുടെ ഒരു പൊലിമ മാത്രമേ ഉള്ളൂ. ശർക്കര ഇച്ചിരി നമ്മുടെ അരപ്പിൻ്റെ കൂടെ വേണം ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്താൽ മതിയേ. ഞാനെങ്ങനെ ചെയ്യണത്, ഞാൻ ചെയ്യണത് പറഞ്ഞേ ഉള്ളൂ. കൈ മുഴുവൻ അതായി അത് പൊക്കോളും. സാരമില്ല. തേങ്ങ അരച്ചൊന്ന് വരട്ടെ കേട്ടോ. ഇനി ഞാൻ സൂത്രം കൂടെ കാണിക്കാതെ. ഇതുണ്ടോ നല്ല ഉണക്ക കാന്താരി വീട്ടിൽ നിന്ന് ഉണങ്ങി അമ്മ തന്നു വിട്ടതാണ്. അപ്പോൾ കാന്താരി അരക്കണ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ എപ്പോഴും കാന്താരി അരച്ച മഴയാകുമ്പോൾ കാന്താരിയിൽ മുളകൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഉണക്ക കാന്താരി അരച്ച കാന്താരിയുടെ തന്നെ അത്രയും നല്ല ടേസ്റ്റും ഉണ്ടാവും, നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. അപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. കാന്താരി മുളകും ചുവന്നുള്ളി, പേരിനൊരു ശർക്കര ഇഞ്ചി. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അരകല്ലിൽ തന്നെ ആട്ടോ അരച്ചത്. ഈ വീഡിയോ കാണിക്കാത്തോണ്ട് അരകല്ലയിലല്ലാന്ന് ആരും പറഞ്ഞേക്കല്ലേ. അപ്പൊ നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. താളുകറി നല്ല സ്മെല്ലൊക്കെ വന്നിട്ടോ, നല്ല പുളിങ്കറി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ നിറയെ കൊച്ചുള്ളിയൊക്കെ ഇട്ട് നമുക്കൊരു മുട്ടയും കൂടെ പൊരിക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യം വിശാലാവട്ടെ. കാണിക്കാൻ അവിടെ കാണിക്കാൻ കൊച്ചുള്ളി അത്. അപ്പോൾ മുട്ടയും കൂടെ പൊരിക്കാം. ഞാനുണ്ടല്ലോ ഈ മുട്ട പൊരിക്കാൻ മാത്രമേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാട്ടോ എടുക്കുകയുള്ളൂ. കാരണം സ്റ്റീലിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നാറ്റം പോയില്ലെങ്കിലോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല. അപ്പോൾ നിറയെ കൊച്ചുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. നമുക്കിനി കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുട്ട പൊരിക്കാം. കാര്യം കൂടെ കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, മനസ്സിലായോ? നമ്മുടെ ഉപ്പുമാങ്ങ. ഇത് ഇച്ചിരി ഉള്ളിയും പച്ചമുളകും ഉപ്പുമാങ്ങയും നല്ല വെന്ത ഉപ്പുമാങ്ങ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഉപ്പുമാങ്ങ. എൻ്റെ വായിൽ വെള്ളം വരുക. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ശക്കല മുളക് പൊടിയും കൂടി തിരുമ. നിങ്ങൾക്ക് കൊതി വരില്ല എന്നൊന്ന് പറയണേ. ശക്കല മുളക് പൊടി ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം. എടുത്തു. ഇതല്ലാട്ടോ, ഇത് കറിയാണേ. ഇങ്ങനെ കണ്ടോ, എൻ്റെ വായിൽ വെള്ളം വരുന്നോട്ടെ. ഇതങ്ങ് കഴിക്കണം. നല്ല ചൂടൻ ചോറിലേക്ക് ഇത് മാത്രം ഇട്ട് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാന്നറിയാവോ. അപ്പം നമുക്ക് ഇനി ചോറ് വിളമ്പാം. എന്നാന്ന് കാണിച്ചു തരാം കേട്ടോ. വാ, നല്ല തൂശനിലയില് പിള്ളേർക്ക് ചോറ് കൊടുത്താലോ. ഈ പുള്ളിക്കാരൻ തന്നെ ഉണ്ടോന്നൊക്കെ വന്ന് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്താവുന്നൊന്നും അറിയാൻ പാടില്ല. അപ്പൊ ചിക്കൻ കറി ഉണ്ട്, മുട്ട പൊരിച്ചത്, രണ്ടുപേർക്കും ഒരുപോലെ ഇട്ടു. ഇനി നമ്മുടെ സ്പെഷ്യൽ കറി താളുകറിയും കൂടെ ഇട്ട് കൊടുക്കാം. വേണ്ടാന്ന് ഇതുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. കുഞ്ഞച്ചിക്ക് കൊടുത്ത എനിക്ക് വേണ്ടാന്ന് കണ്ടോ. അതാ പറഞ്ഞ ഇതുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇനി എന്നാ നമ്മുടെ സ്പെഷ്യൽ അപ്പു പനിച്ച് വെളിവില്ലാതെ വന്നിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് മുഖം അങ്ങനെ ഇരിക്കണത്.
അത് ഞാൻ ചോദിച്ചു അവളോട് കഞ്ഞി ഇരട്ടെ കൊച്ചെന്ന് വെച്ചപ്പോൾ അവള് പറഞ്ഞു വേണ്ട ചോറ് മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരും കഞ്ഞി കുടിക്കില്ലല്ലോ, നമ്മളൊക്കെ അല്ലേ കഞ്ഞികൾ കുടിക്കുന്നത്. അപ്പൊ ഇത് തരട്ടടാ ഉപ്പുമാങ്ങ. അത് ഉപ്പുമാങ്ങ കൊടുക്കണേ, നമുക്ക് വായിക്കുമല്ല കയ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ, തൊട്ട് നോക്കിക്കോ. കൊച്ചിന് വേണോ? കണ്ടോ അവന് നല്ല ഒന്നാമതിന് താളൂറി എടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. കൈ മാറ്റി പിന്നെ വലിയ കാര്യത്തിന് പുള്ളി കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഏതൊരു ഒറ്റ വിളി അമ്മയെ മാറ്റിത്തരാൻ. അപ്പൂസേ താളൂറി എങ്ങനെയുണ്ട് അമ്മയുടെ? നല്ലതാണോ? അപ്പൊ നല്ലാന്ന് പറഞ്ഞു. ഇതിനോട് ഇനി ചോദിക്കണ്ടേ, ഇത് ആദ്യമേ പറഞ്ഞില്ല വേണ്ട, അവർക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, അതിനെ പിന്നെ അറിവുള്ള അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പോ ഞങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോ ബൈ.